Good morning guys. So നമ്മൾ ഇന്ന് എവിടെ ഉള്ളതാണോ ഇത് മാത്രമാണ് എനിക്ക് ഇപ്പൊ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ റോഡിൽ എന്ത് ഹോണടിയാണുള്ളത്. ജയ്പൂരാണ് ഉള്ളത്, രാജസ്ഥാനിലാണ് ഉള്ളത്. വണ്ടിയുടെ ഹോണടി സഹിക്കാൻ വയ്യാട്ടാ, ഭയങ്കര ശബ്ദം എല്ലായിടത്തും. ഇപ്പോൾ റാപ്പിഡോ അല്ല ഊബർ ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഹോസ്റ്റലിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്താണ് ഹവാമഹൽ എന്നൊക്കെ പറയുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഹവാമഹലിൽ കറങ്ങാമെന്നാണ് എൻ്റെ പ്ലാൻ. ഇപ്പോൾ സമയം ഏകദേശം മോർണിംഗ് 9 o'clock ആയി. എന്തായാലും ഹോസ്റ്റലിൽ പോയിട്ട് ബാക്കിയുള്ള കാണാം. വിചാരിച്ചത്ര ഇപ്പോൾ 9 മണിയായി, എനിക്ക് അത്ര ചൂട് തോന്നുന്നില്ല. ചിലപ്പോൾ ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും വെയിലും ചൂട് കൂടി തോന്നുന്നു. കാരണം ഇവിടെ 43 ഡിഗ്രിയാണ് പറഞ്ഞത്. ഞാൻ പാലക്കാടായതുകൊണ്ട് എനിക്ക് വിഷയമുള്ള കാര്യമല്ല ചൂടൊക്കെ എന്ത്. ഇതൊക്കെയാണ് റോഡ്, നല്ല രസമുണ്ട്. പക്കാ ഒരു ഡൽഹി വൈബൊക്കെ കിട്ടുന്നുണ്ട്. ഡൽഹീൻ്റെ അവിടുത്തെ അതുപോലത്തെ ഓട്ടവും കാര്യങ്ങളും ട്രാഫിക്കൊക്കെ അല്ല അതുപോലെ തന്നെ ഉണ്ട്. ഞാൻ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ട് ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനിന്ന് ഹോസ്റ്റലിലൊക്കെ പോയിട്ട് കാണിച്ചു. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ ഹോസ്റ്റലിൽ വന്നു. എന്നിട്ടിതാ ഡേറ്റാസൊക്കെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏർലി ചെക്ക് ഇൻ ചെയ്യാനായിട്ട് കുറച്ച് പൈസ അധികം കൊടുക്കേണ്ടി വരും. ഒരു 125 റുപ്പീസ് അധികം കൊടുക്കേണ്ടി വരും. 390 റുപ്പീസിനാണ് ഞാൻ ഹോസ്റ്റൽ ബുക്ക് ചെയ്തത്. ഡേറ്റ് ഓഫ് അറൈവൽ ഇന്ന് എന്താ ഡേറ്റ് എന്നും കൂടി എനിക്ക് ഓർമ്മയില്ലപ്പാ. വാട്ട്സ് ദ ഡേറ്റ് ടുഡേ? 20th. ഓക്കെ ഷുർ. Room number, everything you will fill, right? Room number? Yeah. ഇവിടെ വാളിൻ്റെ പെയിൻറ്റിംഗ് ഒക്കെ കണ്ട വയസ്സ് നല്ല എസ്തറ്റിക് ആയിട്ടുണ്ട്. റൂമിൽ നിന്ന് ചെക്ക് ഇൻ ചെയ്തിട്ട് കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ ഇന്നലെ സരോജിനി നഗറിൽ പോയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഈ കമ്മൽ, മുളയൊക്കെ, കാശ്മീരി ബാംഗിൾസൊക്കെ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് എനിക്ക് ഹവാമഹൽ പോകണം എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. കാരണം ഉച്ചയൊക്കെ ആകുമ്പോഴേക്കും നല്ല ചൂടാവും. ഒരു 10:30 ഒക്കെ ആകുമ്പോഴേക്കും പോയി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ കുളിച്ച് റെഡിയായിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഹോസ്റ്റലിൽ വന്നു. അത്യാവശ്യം നല്ല ഹോസ്റ്റലാണ്. അത്യാവശ്യം ബേസിക് ആയിട്ടുള്ളൊരു എന്താ പറയുക വൈബൊക്കെ ഉള്ളൊരു നല്ല ഹോസ്റ്റൽ. അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ട്. അവിടെ ഒരു കോമൺ വാഷ്റൂം ഉണ്ട്. അപ്പോൾ ഞാൻ പോയി കുളിച്ചിട്ട് റെഡിയായിട്ട് ഹവാമഹൽ പോകാനായിരിക്കും. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ എന്താ റെഡിയായി. സുന്ദരിയായില്ലേ? ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. അപ്പം എൻ്റെ ഒരു റൂംമേറ്റ് ഉണ്ട്. ഷീസ് എ ഗേൾ ആൻഡ് ഷീസ് ഫ്രം MP. ആൻഡ് ആളുടെ ഇവിടെ നല്ല ചൂടാണല്ലോ. അപ്പോൾ ആളുടെ ഗ്രാൻഡ് മദർ റൈസിൻസും ഉപ്പും പിന്നെന്തൊക്കെയോ ഇട്ടിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് കൊടുത്തത് അത്ര. അത് ഡീഹൈഡ്രേഷനും ഹെൽത്തിനൊക്കെ നല്ലതാ സമ്മറിലെന്ന് പറഞ്ഞിട്ട്. സോ അതെനിക്ക് തന്നു കഴിക്കാൻ. കഴിച്ചുകൊണ്ടിരിക്കാം. ഞാൻ റെഡിയായി കുളിച്ചു. ഇനി ഞാനൊരു സിറ്റി പാലസ് കാണാൻ പോവാണ്. Hi guys. Hello guys. So I got a friend from the hostel and this is her. Her name is? My name is Vaishnavi. Yeah. And I am from MP. Yeah. I am here coming for summer camp. I am learning miniature painting. Yeah. So she's learning miniature painting from City Palace. Yeah. So
എൻ്റെ അടുത്ത് ഷോളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഷോളൊക്കെ വാങ്ങിച്ച ആളുടെ അടുത്ത് നിന്ന്. നമ്മളിപ്പോൾ സിറ്റി പാലസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി. അടുത്താണ് സ്റ്റേൻ്റെ അവിടെ നിന്ന്. This is the Govind temple in Rajasthan. This is also famous because this city is known for this temple, this god. जैसे वृंदावन land of God Krishna. There are 7 Thakurs और 3 are also in Vrindavan and 4 there are 3 in Rajasthan and 1 more is Panna. Okay. This is Govinda. Okay. Known for city is known for this. And everyone is visiting here. Okay. So that interview there. സോ ഗൈസ്, ഇത് അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇത് കൃഷ്ണൻ്റെ ഒരു അമ്പലമാണ്. ഇവിടെ രാജസ്ഥാനിൽ 3 ഉണ്ട്, അതിലൊന്നാണ് ഇത് എന്നാണ് പറയുന്നത്. ഇവിടെ ഇങ്ങനെ ആൾക്കാർ വന്ന് അമ്പലമൊക്കെ വന്ന് കണ്ടിട്ട് പോകും. ഇങ്ങനെ മാലയെല്ലാം വാങ്ങിച്ച് അവിടെ കൊണ്ടിടണം, അങ്ങനെയാണ് ഇതിൻ്റെ ഐതിഹ്യം എന്നാണ് പറയുന്നത്. ഗോവിന്ദ ടെമ്പിൾ, കൃഷ്ണൻ്റെ അമ്പലം. അപ്പോൾ നമ്മൾ ഷൂസ് എല്ലാം ഇവിടെ അഴിച്ചു വെച്ച്. Your hand is slipper, then you should wash. ഓക്കെ. അപ്പോൾ ഞാൻ ചെരുപ്പ് my feet is रहने दो. It's very hot in the floor. Yeah, this is very hot. Oh my god, കാല് ചെരുപ്പിടാണ്ട് നിലം തൊട്ടപ്പോൾ എൻ്റെ പൊന്നോ കാല് പൊള്ളി പോയി കേട്ടോ, അത്രയും ചൂടാ. So what were you saying? In the history, rules kings and the queens, and which time queens are coming with lots of dowry. Okay. Dowry. Okay. Gold and lots of things. Okay. Then some places queens are coming dowry in God. Okay. This is coming here with the queen. അതായത് എന്തോ സ്ത്രീധനം കൊണ്ട് വരും, ലൈക്ക് ഡൗറി ഈസ് ബ്രിങ്ങിങ് ടു ദ ഗോഡ്. I don't understand. I'm sorry. Like it's dowry? Dowry. Gold? Yeah. Gold? Gold and you don't know dowry? Yeah, I know dowry. So but I didn't understand how it is related to here. He is coming in dowry. Queen are coming with the god. Oh. He is coming. मतलब अपने साथ में लेके आई थी god को. Okay, fine. കുറച്ച് മനസ്സിലായി. In the time of Aurangzeb, who is मतलब मंदिरों को उसने तोड़वाया था, broken all the temples. Then gods are coming in different state. Enjoy this environment and feel it. Yeah. Positive energy. You should take that. ഇവിടെ മിക്ക ഷോപ്പുകളിൽ ഫുഡിലും ഉള്ളിയും വെളുത്തുള്ളിയും ഇടില്ല, കാരണം ഇവിടുത്തെ ട്രഡീഷൻസ് അങ്ങനെയാണ്. Say hi. ഇതാളുടെ ഫ്രണ്ടാ. ഇവർ രണ്ടുപേരും ഇന്ന് വർക്ക്ഷോപ്പിന് പോവാണ് സിറ്റി പാലസിൽ. നമ്മൾ അവിടുത്തെ കൃഷ്ണൻ്റെ ടെമ്പിൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ച് വായിക്കുന്നുണ്ടായിരുന്നു.
you. കാര്യം ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഗായ്സ്, അപ്പം ഞാൻ സിറ്റി പാലസിൽ എൻട്രി ചെയ്തില്ല ബിക്കോസ് നൈ നോ 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 ജന്തർ മന്തറിൽ പോവാന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഹവാമഹൽ പോകണമെന്നുണ്ട്. നല്ല രസമുണ്ടല്ലോ അതൊക്കെ. ആ 100. This one? One piece 20 rupees, all packet 150. This kitchen. Yes, 100 rupees. Camel, 100 rupees. How much? 100 rupees. 670, no? 100 rupees. One W. Only one piece can you give? 20 rupees. Okay, 100 rupees. All packet. Yes, different camel. We have different one. Huh? Different camel. Different elephant. I'll go and I'll come. Jantar Mantar. Wrong? Yeah. What about this? 20. 1, 2, 3, 4. 100 rupees. 4 piece, 100 rupees. 1, 2, 3. 3 piece, 100 rupees. It's 3D. It's plain. എത്ര? 130 rupees. 130, 120. लकड़ी का है ना? How much? 100. 100. 100. बड़ा लिया 120. right? वो नहीं करेगा 120 है ना? Camel, peacock, camel 120. 120 2 piece. How much? Okay, Noor. 100. Ticket. 200. 2. നല്ല പട്ടി വെയിൽ. എനിക്ക് ഇങ്ങോട്ടൊന്നും പോവാനേ തോന്നുന്നില്ല. ഹവാമഹൽ പോയാലോ എന്നിങ്ങനെ ആലോചിക്കാം. Water pump. Yes, mini water. 500. Metal brass. എത്ര നല്ല ഭംഗിയിൽ ഡ്രസ്സെല്ലാം ചെയ്തിട്ട് എനിക്ക് തലയിൽ ഇത് വെക്കേണ്ട അവസ്ഥയാണ് ഗൈസ്. കാരണം വെച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടും. കാരണം ഓൾറെഡി നല്ലോണം സൺബേൺ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതും കൂടെ ചെയ്തില്ലെങ്കിൽ റെഡി ആവില്ല. ഗൈസ്, അങ്ങനെ നമ്മൾ ഹവാമഹൽ എത്തി. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിലൊരു എന്ത് മാർക്കറ്റ്, എന്തോ ഒരു മാർക്കറ്റ്, എനിക്ക് തോന്നി ഈ ഓട്ടോക്കാർക്ക് കമ്മീഷൻ കിട്ടാൻ വേണ്ടി അവർ നമ്മളവിടെ കൊണ്ടാക്കുന്നതായിരുന്നു. എന്നെ അവിടെ ഇപ്പോൾ ആദ്യം ആ ഓട്ടോക്കാരൻ പറഞ്ഞു ലൈക്ക് എന്താ അവിടെ പോയി കഴിഞ്ഞാൽ AC ഒക്കെയാണ്, ചൂടത്ത് കഷ്ടപ്പെടണ്ട, അവിടെ ഷോപ്പിംഗ് ചെയ്യാനൊക്കെ പറ്റുന്നു. എന്നിട്ട് എന്നെ അവിടെ കൊണ്ടാക്കി. അവിടെ കുഴപ്പമില്ലായിരുന്നു, ലൈക്ക് വലിയ റേറ്റ് ഒന്നുമില്ല, എന്നാലും എല്ലാത്തിനും ഒരു 100 രൂപ എക്സ്ട്രാ ഉണ്ടാവും. മാഡത്തിനെ വിളിക്കുന്നുണ്ട്. ഫോണ് ചൂടായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അല്ലോ വണ്ടി ഫോണ് ചൂടായിട്ട് വീഡിയോ ഇടയ്ക്ക് സ്റ്റോപ്പായി പോവാ. ഞാൻ ചെരുപ്പൊന്നും വാങ്ങിച്ചില്ല, കാരണം ഞാൻ അത് ഇടാറില്ല. അങ്ങനത്തെ ഇടാത്തത് വാങ്ങിച്ചിട്ട് പിന്നെ വെറുതെ വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ആളൊന്നുമല്ല. അപ്പോൾ ഇതാ ഹവാമഹൽ നമ്മൾ കണ്ടു, കുറച്ച് കറങ്ങി. ഇവിടെ എനിക്ക് ഫോട്ടോ എടുത്ത് തരാൻ ആരുമില്ല, സോളോ ആയതുകൊണ്ട്. സുഖമാണോ? ആ സുഖാണ്. സുഖമാണ്. സോ വി സേ ലൈക്ക് വി ആർ ഫൈൻ. സുഖമാണ്. സുഖമാണോ? ഹൗ ആർ യു? സുഖമാണ്. യാ. मैं ठीक हूँ तो हाँ आई एम फाइन. या सुगमाण. या और सुगमाणो इट्स अ क्वेश्चन. या तुम कैसे हो? या एग्जैक्टली. बाय. नाइस मीटिंग. नाइस मीटिंग यू टू.
അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ ഒരാളെ പരിചയപ്പെട്ടത്. ടിക്കറ്റ് കൗണ്ടറിൽ ആളുടെ അടുത്ത് ഞാനിങ്ങനെ എത്ര വരാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരാളാന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഒരാളാണ് കേരളന്നാ അങ്ങനെ ഞാൻ ആ ഒരാളാന്ന് പറഞ്ഞേ. അപ്പോൾ ഓക്കെ മലയാളം അയാൾക്ക് തിരുവനന്തപുരം കാലിക്കറ്റ് അതൊക്കെ അറിയാത്രേ. അപ്പോൾ മലയാളം പഠിപ്പിച്ചു കൊടുത്തത്. ഹിന്ദി അറിയില്ലല്ലോ, നമ്മളെ കൊണ്ടൊക്കെ അല്ലേ പറ്റുള്ളൂ. കാണുന്നതൊക്കെ ഓരോരോരോരോരോ പോലെ മൊത്തത്തിൽ ഇങ്ങനെയൊക്കെയാണ് സെറ്റപ്പ്. നല്ലൊരു ഫോർട്ട് വൈബും ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ ഡ്രസ്സില്ലേ. ഓരോ കുഞ്ഞു കുഞ്ഞു ജനലൊക്കെ ഉണ്ടോ. ഹായ്, എന്ത് രസാലേ. ഏറ്റവും മുകളിൽ കുറച്ച് റഷാണ്, ഫോണിലുള്ള തിരക്ക്. പക്ഷെ മുകളിലുള്ള വ്യൂ നല്ല രസമുണ്ട്. ഇറ്റ്സ് നൈസ്. മൊത്തത്തിൽ ഹവാ മഹൽ ഇസ് ഗുഡ്. നല്ല സൈറ്റ് സീയിങ്ങൊക്കെ പറ്റിയ നല്ലൊരു പ്ലേസാണ്. പക്ഷേ വന്നത് കുറച്ച് ഉച്ചവെയിലത്തായത് കൊണ്ട് അതിൻ്റേതായ കരിഞ്ഞു പോകുന്ന ബുദ്ധിമുട്ടുകളല്ലാതെ വേറൊരു ബുദ്ധിമുട്ട് എനിക്കില്ല. നല്ല രസമുണ്ട്. കണ്ടോ, സീനാട്ടോ. ഈ ജയ്പൂർ വന്നപ്പോൾ ഞാൻ വിചാരിക്കണേ ഇവരെങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ഇങ്ങനെയൊക്കെ സാധനങ്ങൾ ഇവരെങ്ങനെ ഉണ്ടാക്കിയെടുക്കണോ പടച്ചോന്നറിയാം. ഇതിപ്പോൾ ഞാനെങ്ങനെ എങ്ങോട്ടെത്തിയൊന്നും എനിക്കറിയില്ല. ഏതെല്ലോ വഴി കൂടെ കയറി അങ്ങനെയൊക്കെ ഇവിടെ എത്തി. ഇവിടെ ചൂട് കൂടിയതുകൊണ്ട് ഞാൻ എൻ്റെ പോർട്ടബിൾ ഫാൻ ഉപയോഗിച്ച് കാറ്റ് കൊള്ളുകയാണ്. സ്പീഡ് കൂടെ ഉണ്ട് പറ്റി കണ്ട. ഇത് ഞാൻ എക്സ്ക്ലൂസീവ്ലി ബോട്ട് ഫ്രം സരോജിനി നഗർ, ഡൽഹി. ഗായ്സ്, അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇവിടുന്ന്. എത്ര ഷോപ്പ് ചെയ്യണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ റെയർ ആയിട്ടുള്ള സാധനങ്ങളും
ഇവിടുത്തെ കൾച്ചറൽ സാധനങ്ങളൊക്കെ കാണുമ്പോൾ വാങ്ങാതിരിക്കാൻ പറ്റൂല. അങ്ങനെ വാങ്ങിച്ചു പോയതാ. ഇതൊക്കെ ഇതൊക്കെ വെച്ചിരിക്കണത് നല്ല രസമല്ലേ. भाई कृष्णपोल बाजार किधर? कृष्णपोल बाजार किधर? मैम वहाँ से जाओ ये रिक्शा में. रिक्शा में. हाँ ഗൈസ്, ഇവിടുത്തെ ഒരു സ്ട്രീറ്റ് ഫുഡാണ്. ഞാൻ ഇന്നിതാ ട്രൈ ചെയ്യാൻ പോകുന്നത്. എന്തെങ്കിലും പ്രശ്നം പറ്റുമെന്ന് അറിയില്ല. എൻ്റെ അമ്മോ, ജയ്പൂരിൽ കൂടെ നടക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ ഫുഡും അവിടുന്ന് കുറച്ച് ഒരു സ്ട്രീറ്റ് ഫുഡാണ് വാങ്ങിച്ചത്. എന്താണെന്നറിയില്ല, റൊട്ടിയും എന്തൊക്കെയോ ഉള്ള സാധനങ്ങളാണ്. ചുമ്മാ നമ്മൾ ഒരു സ്ഥലത്ത് വരുമ്പോൾ അവിടുത്തെ ഫുഡ് ട്രൈ ചെയ്യണമല്ലോ, അങ്ങനെ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ച് കിഷൻ പോൾ ബസാറിലേക്കാണ് ഇപ്പം നടക്കുന്നത്. എന്താ വെച്ചാൽ ഇവിടെ അവിടെ പോട്ട് മേക്കിംഗ് ക്ലാസ്സസ് ഉണ്ട്, പോട്രി ഉണ്ട് എന്ന് ഞാൻ കേട്ടു. അപ്പം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. നോക്കുക, ഞാനിതാ വാള ഉണ്ടാക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുകയാണ്. കണ്ടോ, വാള ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾ ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റൈലുള്ള സാധനങ്ങളും വളകളൊക്കെ എനിക്ക് കാണിച്ചു തരാം. രണ്ടോ വള ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നല്ല രസമല്ലേ. കേരള में ഡ്രസ്സ് വാങ്ങാൻ വന്നാണ് ഗൈസ്. ഓ, ഐ ലൈക്ക് ദിസ്. ഗൈസ്, അങ്ങനെ നമ്മൾ അജ്മീർ ഗേറ്റിൻ്റെ അവിടുന്ന് നെഹ്റു ബസാറിലേക്ക് പോയി വീണ്ടും കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. ഐ കാൻറ്റ് സ്റ്റോപ്പ് മൈസെൽഫ് ഫ്രം ബൈയിങ് ദിസ് കൈൻഡ് ഓഫ് ട്രഡീഷണൽ സ്റ്റഫ്സ് ആൻഡ് അങ്ങനത്തെ ക്ലോത്ത്സ് ഒക്കെ കാണുമ്പോൾ വാങ്ങാതിരിക്കാൻ തോന്നുന്നില്ല. എന്നിട്ട് ഞാനിതാ ഇപ്പോൾ അവിടെ ചോട്ടി ബസാറോ അങ്ങനെ എന്തോ ഒരു ബസാറിൻ്റെ പേര് പറഞ്ഞു, അവിടെയാണ് പോട്ടറി ക്ലാസ്സസ് ഉള്ളതെന്ന് പറഞ്ഞു. ബട്ട് ഐ ക്യാൻ ഫൈൻഡ് ഇറ്റ്. അതോ റൂമിൽ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് പോട്ടറി ക്ലാസ്സിന് പോകണോ എന്താണ് ആലോചിക്കുകയാണ്. ബൈ छोटी बाजार, चौथी बाजार, one bazaar is there? छोटी चौपर. How many meters? आधा किलोमीटर, 500 किलोमीटर. 1 kilometer. नहीं 500 आधा. 500 meter. 500 meter അത്രേ. ചോട്ടി ചോപ്പർ. ഇനി അവിടെയും കൂടെ ഒന്ന് പോയിട്ട് അവിടെ ഇല്ലെങ്കിൽ നേരെ റൂമിൽ പോയിട്ടൊന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടുന്ന് വേറെ ഏതെങ്കിലും ആർട്ട് ഗാലറിക്ക് പോവാം. ഇവിടെ കൂടുതലും സൈക്കിൾ നേരാക്കുന്ന കടകളൊക്കെയാണ്. ഞാനിവിടെ എല്ലായിടത്തും ചോദിച്ചു പോട്ടറി ക്ലാസ് ഉണ്ടോ എന്ന്, പോട്ടറി മേക്കിങ്ങിൻ്റെ കടയുണ്ടോ എന്ന്. അപ്പോൾ ഇവന്മാർ പറയുന്നത് ഇവർക്ക് ആർക്കും അറിയില്ല ഇതുണ്ടോയെന്ന്. അതാണ് വേറെ ട്വിസ്റ്റ്. ഞാനിത് ChatGPT എങ്ങാണ്ട് കണ്ടിവിടെ ഉണ്ടെന്ന്, പക്ഷെ ഇവിടെ കാണാനില്ല. അപ്പോൾ ഇവിടെ നിന്നിനി കറങ്ങിയിട്ട് കാര്യമില്ല. നിൽക്കുന്തോറും എൻ്റെ കയ്യിലെ പൈസയാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ഐ ബെറ്റർ ഗോ ഹോം ആൻഡ് ചേഞ്ച് മൈ ക്ലോത്ത്സ് ആൻഡ് ഈറ്റ് ഫുഡ്. ഗായ്സ്, ഇവിടെ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം അടുത്താണ്. എവിടെ പോവുകയാണെങ്കിൽ ഓട്ടോ എടുക്കുകയാണെങ്കിൽ 10, 20, 30 അങ്ങനെയാണ് വരിക. അപ്പോൾ ഓട്ടോ കാണുകയാണെങ്കിൽ ഇങ്ങനത്തെ ഷെയർ ഓട്ടോ ഒക്കെ ആണെങ്കിൽ 10 രൂപ അങ്ങനെ വരും, അല്ലെങ്കിൽ 40 രൂപ വരെ മാക്സിമം വരും, അത്ര തന്നെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ജയ്പൂർ കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കമ്പയറിങ് ടു
കമ്പയറിങ് ടു ഡൽഹിയിലൊക്കെ പിന്നെ തോന്നിയ പോലെ പറയും ഇവർ ഓട്ടോക്കാർ. അതാണ് ഒരു പ്രശ്നം. പക്ഷെ ഇവിടെ കുറച്ചുകൂടി ലൈക്ക് ഓട്ടോയ്ക്കൊക്കെ 10, 20, 30 അങ്ങനെയൊക്കെ അവർ വാങ്ങുള്ളൂ, ഒരു 2 കിലോമീറ്റർ റേഡിയസിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ. പിന്നെ ഫുഡും ചീപ്പാണ്, കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ഫുഡിനും. വലിയ എക്സ്പെൻസ് ഒന്നും കാര്യമായിട്ട് ആകെ വരുന്ന എക്സ്പെൻസ് എന്താ വെച്ചാൽ ഓരോ സൈറ്റ് സീയിങ്ങിന് പോകുമ്പോൾ ഹവാ മഹൽ പോവാണെങ്കിലും സിറ്റി പാലസിൽ പോവാണെങ്കിലും എവിടെ പോവാണെങ്കിലും എൻട്രി ഫീസ് 200, 300 ഒക്കെയാണ് വരുന്നത്. ഫോർട്ടിനുള്ളിൽ കയറി കാണുന്നുള്ള വേഗമാണ് പ്രശ്നം. ബാക്കിയെല്ലാം കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഗായ്സ് ഇത് കണ്ടോ മധുരമുള്ള സാധനങ്ങൾ, കൽക്കണ്ടം മധു ഇതൊക്കെ. क्या है ये गुड़ है, गुड़ गुड़ ഇത് ശർക്കര കൊണ്ട് ഉണ്ടാക്കുന്ന എന്തോ ആണ്, നന്നായിട്ട്. ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ കുറേ കുടങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇന്നൊരു കുഞ്ഞു കുട വാങ്ങാൻ പോണു ഗൈസ്. ഞാനാണെങ്കിലേ ഒരു ചട്ടി മേടിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇവിടെ ഒന്നും ശരിയാവില്ല, ഓരോ സാധനം വാങ്ങിച്ചാൽ കണ്ടത് വാങ്ങുന്നത്. പിന്നെ ഇവിടെ എല്ലാവർക്കും ഇല്ലേ ഭയങ്കര റെസ്പെക്റ്റ് ആട്ടാ. ലൈക്ക് അവർ എപ്പോഴും നമസ്തേ നമസ്തേ ഒക്കെ, ഒരു കടയിൽ കയറുമ്പോഴും നമസ്തേ, ഇറങ്ങുമ്പോഴും നമസ്തേ, കൈ ഇങ്ങനെ കൂപ്പിയിട്ട് ഇങ്ങനെ താങ്ക് യു എന്നൊക്കെ പറയും. ലൈക്ക് സോ റെസ്പെക്റ്റ്ഫുൾ ടു എവ്രിബഡി. ഐ ലൈക്ക് ദാറ്റ്. ഞാനും ഇങ്ങനെ നമസ്തേ എന്നൊക്കെ പറഞ്ഞു, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് റൂമിൻ്റെ അവിടെ എത്തിയല്ലോ.